ഇന്നൊരു ഹോം വ്ലോഗാണ് കേട്ടോ. ഹോം വ്ലോഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഇന്നത്തെ ഡേ ഫുള്ള് ഞാൻ കാണിക്കുന്നില്ല. ഇന്ന് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും ഈ വീഡിയോയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഇനി നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ട് പോവാം. രാവിലെ തന്നെ കാറൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അനക്കിയൊക്കെ ഇടാറുണ്ട് കേട്ടോ. ഡെയിലി ഈ കാർ ഓടുന്നില്ല, അതുകൊണ്ട് തന്നെ ഓടാതെ കിടന്നാൽ ചീത്തയാവും എന്നുള്ളത് കൊണ്ട് ഞാൻ തന്നെ രാവിലെയൊക്കെ എണീറ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് അനക്കിയൊക്കെ ഇടും കേട്ടോ. മിക്ക ദിവസങ്ങളിലും രാവിലത്തെ കുറച്ച് നേരത്തെ പരിപാടി ഇതൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ ഞാൻ നേരെ പോയത് 2 മണി പ്ലാന്റ് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇത് അമ്മയുടെ കുറച്ച് കലാപരിപാടികളാണ് കേട്ടോ. ഇതേപോലെ മണി പ്ലാന്റ് ഇങ്ങനെ പടത്തി വിട്ടിട്ടുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ അകത്തോട്ട് നമ്മളിങ്ങനെ കയറ് കെട്ടി വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫുൾ ഇങ്ങനെ പച്ചപ്പ് വരുമ്പോഴത്തേക്കും കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഞാനിത് പൊട്ടിച്ചെടുത്തത് അമ്മ ഇവിടെ അകത്തും അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ഗ്ലാസ്സുകളിലൂടെ മണി പ്ലാന്റ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2-3 എണ്ണം കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെള്ളമൊക്കെ മാറ്റി പുതിയൊരു ചെടി അതിൻ്റെ അകത്തോട്ട് ഇടണം നമുക്ക്. എനിക്ക് തോന്നുന്നു പണ്ടൊരു സമയത്ത് ഈ മണി പ്ലാന്റ് എന്ന് പറയുന്നത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമായിരുന്നു കേട്ടോ. എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ സാധനം എൻ്റെ വീട്ടിലും എത്തിയത് കേട്ടോ. ഇത്രയൊക്കെ പണിയെടുത്ത സ്ഥിതിക്ക് നല്ല ദാഹം വന്നു. അപ്പോൾ വിചാരിച്ചു എന്തെങ്കിലും കുടിക്കാമെന്ന്. ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചൊരു പാഷൻ ഫ്രൂട്ടിൻ്റെ ഡ്രിങ്കാണ് കേട്ടോ. സംഭവം അടിപൊളിയാണ്. അത് എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ള ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ അതിന് താഴെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവും. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് കുടിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നമ്മളെ കലാപരിപാടികളിലോട്ട് പോവാം. ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ വീഡിയോയുടെ ബീട്രൂട്ട് ലിപ് ബാമാണ് കേട്ടോ. അത് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ ചെറിയൊരു ബീട്രൂട്ടാണ് എടുത്തത് കേട്ടോ. ഇതിനി സക്സസ് ആവോ അതോ ഇനി ഫ്ലോപ്പ് ആവോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ള് കാണുമ്പോഴത്തേക്കും മനസ്സിലാവും കേട്ടോ. ഞാൻ എന്തായാലും രണ്ടും കൽപ്പിച്ച് വിചാരിച്ചു. ഇതൊക്കെ ഒരു പരീക്ഷണമാണല്ലോ. ചിലപ്പോൾ വിജയിക്കും, ചിലപ്പോൾ വിജയിക്കത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിനി ഈ ബീട്രൂട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ ചെറുതായിട്ട്. ഇതുപോലൊരു പ്ലേറ്റ് എടുത്തിട്ട് 2 ടിഷ്യൂ നമുക്ക് അതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ബീട്രൂട്ട് ഒന്ന് തട്ടിക്കൊടുക്കാം. നമുക്കിത് ഉണക്കി ഒന്ന് എടുക്കണം കേട്ടോ. പല രീതിയിൽ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, എങ്കിലും ഞാൻ എൻ്റെ രീതിയിൽ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാൻ നോക്കുന്നത്. ഇതൊന്ന് വെയിലത്ത് വെച്ച് നല്ല വെയിലത്ത് വെച്ച് ഉണക്കണം കേട്ടോ. ഇന്ന് എന്താണെന്നറിയില്ല, വെയിൽ ഭയങ്കര കുറവായിരുന്നു, ചെറിയൊരു മഴക്കാറുണ്ടായിരുന്നു. എങ്കിലും ഞാൻ വെയിലത്ത് വെച്ച് ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അത്ര വെയിൽ കൊണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം നാളത്തെയും കൂടെ വെയിൽ വേണം കേട്ടോ എന്തായാലും. പിറ്റേന്ന് ഞാൻ രാവിലെ തന്നെ എണീറ്റ് വെയിലത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും വെയിലൊക്കെ പോയ സമയത്ത് ഞാൻ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്തായാലും ഇനി ഒന്ന് മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കാൻ പോവുകയാണ്. ജാറിലോട്ട് ഇട്ടു. അടിച്ചെടുത്തപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. കുറച്ചും കൂടി ഉണങ്ങി കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനേന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്ര നല്ല പൗഡറാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ചെറിയ നമുക്ക് തൊട്ട് നോക്കുമ്പോഴത്തേക്കും തരി പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അടിച്ചല്ലേ, നമുക്കിനി ഇത് വെച്ചിട്ടുണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വാസ്ലിൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വാസ്ലിൻ എന്തിനാന്ന് വെച്ചാൽ ആ ഒരു ലിപ് ബാമിൻ്റെ ടെക്സ്ചർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ വാസ്ലിൻ ചുണ്ടിലിടുന്നത് നല്ലതാണല്ലോ നമുക്ക്. പക്ഷെ അത് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും അത് നന്നായിട്ട് മിക്സായി വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് അലോവേറയും കൂടി അതിൻ്റെ അകത്തോട്ട് ഇടാന്ന് കേട്ടോ. അങ്ങനെ നേരെ മുറ്റത്ത് പോയിട്ട് കുറച്ച് അലോവേറയും കൂടെ പൊട്ടിച്ച് അതിൻ്റെയും കൂടെ കുറച്ച് ജെല്ല് ഞാൻ അതിൻ്റെ അകത്തോട്ട് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ടായിരുന്നെങ്കിലും 100% സക്സസ് ആയോ എന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ. ഞാൻ എന്തായാലും ഇതുപോലൊരു ലിപ് ബാമിൻ്റെ ട്യൂബിൻ്റെ അകത്ത് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നേരെ ഒന്ന് ചുണ്ടിൽ അപ്ലൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ചുണ്ടത്ത് വേറെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. എൻ്റെ ചുണ്ടിൻ്റെ കളറാണ് കേട്ടോ ഇത്. നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം, കളറൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഇത് ഇങ്ങനെ ഒപ്പി ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നല്ലോ കേട്ടോ. അല്ലാണ്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ചുണ്ടത്ത് അതിൻ്റെ തരി പോലെ സംഭവങ്ങൾ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ എന്തായാലും കുറേ നേരം ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും വലിയ രീതിയിൽ കളറൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ലിപ് ബാം ഇട്ട ഒരു എഫക്റ്റ് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ ചുണ്ടിന്. എവിടെയോ എന്തോ ഒരു പാളിച്ച പറ്റി, അതുകൊണ്ടാണ് ഇത് കുറച്ച് ഫ്ലോപ്പായി പോയത് കേട്ടോ. നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. അഥവാ വേറെ ടിപ്സ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്തോണം ഉണ്ടാക്കുമ്പോഴത്തേക്കും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ എന്തായാലും 5-10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ അന്നേരം കളർ വന്നാലോ. അങ്ങനെ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ചുണ്ട് ഇതേപോലെയാണ് കേട്ടോ ഇരുന്നത്. ഒട്ടും ഡ്രൈ അല്ലായിരുന്നു, ചെറിയൊരു കളർ വന്നതുപോലെ തോന്നുന്നു കേട്ടോ. എന്തായാലും നമ്മൾ ചെയ്ത് വിജയിച്ച സാധനങ്ങൾ മാത്രമല്ലല്ലോ, പരാജയപ്പെട്ടതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണിക്കാമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ കാണാം.